പുഴുപ്പല്ല് വന്നാൽ പറിച്ചു കളയണം അല്ലേ? ഹായ്, ഞാൻ ഡോക്ടർ അശ്വതി, ഗുരുധർമ്മ മിഷൻ ഹോസ്പിറ്റൽ ദന്താരോഗ്യ വിഭാഗം ഡോക്ടർ. പൊതുവെ നമ്മുടെ അടുത്ത് വരുന്ന 50 പേഷ്യൻസിന്റെ പാരൻസിന്റെ കൺസേൺ ആണ്, പാൽപ്പല്ലുകൾ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതൊക്കെ പറഞ്ഞു പോകുന്ന പല്ലുകളല്ലേ. ഡെന്റൽ കാരീസ് കുട്ടികളുടെ മൊത്തമായുള്ള വളർച്ചയെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. മുൻനിരകളിലെ പല്ലുകളിൽ അഫക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഇമോഷൻസ്, ബിഹേവിയർ, സ്പീച്ച്, ചില അക്ഷരങ്ങൾ അവർക്ക് ശരിയായി ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട്, ആത്മവിശ്വാസത്തോടെ ചിരിക്കാനും സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട്. പുറകിലെ പല്ലുകളിൽ വരുന്ന കേട്, വേദന, ഭക്ഷണം കയറിയിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികൾ ഭക്ഷണം കഴിക്കാൻ മടി കാണിക്കുന്നതും അവർക്ക് പോഷകക്കുറവ് വരുന്നതും കാണാറുണ്ട്. അതുപോലെ തന്നെ ബ്രഷ് ചെയ്യാനും മടി കാണിക്കുന്നത് കൊണ്ട് മറ്റു പല്ലുകളിലും കേടുവരാനുള്ള സാധ്യതകളും കൂടുതലാണ്. കുറ്റിയായി പറിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് വരുന്ന പല്ല് സാധാരണ മുൻനിരയിലുള്ള പല്ലുകളാണ് 6-7 വയസ്സുകളിൽ പോയി വരുന്നത്. പിറകിലെ പല്ലുകൾക്കൊക്കെ ഒരു 11-12 വയസ്സാവും പോയി വരാനായിട്ട്. അപ്പോൾ ഈ പാൽപ്പല്ലുകൾ നമ്മൾ പറിച്ചു കളഞ്ഞു കഴിഞ്ഞാൽ പെർമനന്റ് ആയ ടൂത്ത് അവിടേക്ക് വരുമ്പോഴേക്കും ഈ സ്പേസ് അടഞ്ഞു പോയിട്ടുണ്ടാവും. ഇത് കാരണം പെർമനന്റ് ടൂത്ത് എല്ലിൽ കുടുങ്ങിക്കിടക്കാനോ അല്ലെങ്കിൽ നിര തെറ്റി വരാനോ ഉള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ പിന്നീട് അതിനു വേണ്ടി കമ്പിയിട്ട് നേരെയാക്കാനും സർജറി ചെയ്ത് പല്ലുകളെ പുറത്തു കൊണ്ടുവരാനായിട്ടും ചെയ്യേണ്ടി വരും.